ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലിഞ്ചു കുരുവിള. ഇതെൻ്റെ ഹസ്ബൻഡ് ബിനോയ്, മക്കൾ മരിയ, നെയ്തൻ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 18 ഓൺലൈനായിട്ടാണ്. അതിനുശേഷം ഒരു 2 മാസങ്ങൾ കഴിഞ്ഞ് നവംബർ 18 ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ആദ്യത്തെ പുതുക്കലിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ മാതാവ് നൽകിയ വലിയൊരു അത്ഭുതം പറയാനാണ് ഞാനിപ്പോൾ ആദ്യമേ പറയുന്ന അതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു വേസ്റ്റ് മൂടി കിടക്കുന്ന ഒരു കിണറുണ്ടായിരുന്നു 9 വർഷമായിട്ട്. ആ 9 വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങളാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അതിനുശേഷം അന്നേരം പോകുമ്പോൾ ആ കിണറ്റിൽ വെള്ളം വളരെ കുറവായിരുന്നു. കുറച്ച് കലങ്ങിയ വെള്ളം, താഴെ മാത്രം, ഒട്ടും ഒരടി പോലും ഹൈറ്റിൽ വെള്ളമില്ല. അതിൽ കുറച്ച് ഓയിലൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സിറ്റുവേഷനിലായിരുന്നു. നമ്മളത് യൂസ്ലെസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ 9 വർഷം കഴിഞ്ഞ് 2022 ഞങ്ങൾ വീണ്ടും ഈ വീട്ടിലേക്ക് താമസിക്കാൻ വന്നു. അപ്പോൾ കാണുന്നത് ആ കിണറിൽ ഏകദേശം 27 അടിയിൽ കൂടുതൽ താഴ്ചയുള്ള കിണറാണ്. അതിൻ്റെ 23 അടിയോളം ഹൈറ്റിൽ വേസ്റ്റ് നിറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കിണർ മണ്ണിറക്കി മൂടണം. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് മണ്ണിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി കുറേ നാളത്തേക്ക് മാസങ്ങളോളം ടോക്കണൊന്നും ഫ്രീ ഇല്ല, കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് വിട്ടു. അതിനുശേഷമാണ് ഞാൻ 2023 ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ സ്ഥിരമായി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അതിലൊരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു, ഒരു ആൻറ്റി പറയുന്നുണ്ട്, അവർ കിണർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല. അപ്പോൾ കൃപാസന അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കിണറിൽ നല്ല ഉറവ വന്നെന്നും വെള്ളം വന്നെന്നും. അപ്പം ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഈ കിണറിൻ്റെ കാര്യം സമർപ്പിച്ചു കൂടാന്ന്. ഞാനങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം കുർബാനയ്ക്ക് പോയപ്പം അമ്മയുടെ ചെറിയ കാശുരൂപം ആയിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോയത്. ആ കുർബാനയിൽ ഉടനീളം ഞാൻ ഈ കിണറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. തിരികെ വന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമാണ്. തിരികെ വന്ന് ഞാൻ കിണറ്റിൽ മാതാവിൻ്റെ കാശുരൂപം ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഈ കിണർ മൂടുന്നതാണ് ദൈവഹിതമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് മണ്ണുകാരെ കാണിച്ചു തരണം. അതല്ല, ഇത് കിണറായിട്ട് തന്നെ കിടക്കണമെങ്കിൽ അമ്മ ഇതിൽ വെള്ളം കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയറിപ്പോയി അമ്മയുടെ കാശുരൂപം ഇട്ടിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ മറന്നുപോയി. ഉച്ച കഴിഞ്ഞ് മോനെ വിളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ കിണറിൻ്റെ വേസ്റ്റിൻ്റെ മേളിലായിട്ട് 1.5 അടി ഹൈറ്റിൽ ഞാൻ വെള്ളം കണ്ടു. സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ എത്ര ഹെവി റെയിൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇന്നേ വരെ ആ കിണറ്റിൽ ഒരു ശകലം പോലും വെള്ളം കണ്ടിട്ടില്ല. അങ്ങനെ അത് 3 ദിവസം അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 2 പേര് നിന്ന് 3 ദിവസം പണിതിട്ടാണ് ആ വേസ്റ്റെല്ലാം ഒരു ടിപ്പർ ലോറിയിലും പിന്നെ ഒരു മിനി വാനിലുമായിട്ടാണ് മാറ്റിയത്. ഞാൻ അതിന് വന്ന പണിക്കാരോടെല്ലാം അമ്മയും ഈശോയെയും കുറിച്ചെല്ലാം പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു, നോക്കാം, വെള്ളം കാണാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ താഴെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കാശുരൂപവും ഉപ്പും തേനും ഉടമ്പടി തൈലവും എല്ലാം വീണ്ടും ഇട്ടു. എൻ്റെ കയ്യിൽ വേളാങ്കണ്ണിയിലെ മണ്ണും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഞാൻ വീണ്ടും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 റിങ് ഹൈറ്റിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുണ്ട്. ഞങ്ങളത് അക്വേറിയത്തിലേക്കും പ്ലാന്റ്സിനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം, ഒരു അത്ഭുതം. അതിനുശേഷം ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് രോഗസൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് അഡിനോമയോസിസ് എന്നൊരു കണ്ടീഷൻ എൻ്റെ യൂട്രസിലുണ്ടായിരുന്നു. ഞാൻ 2023 മാർച്ചിൽ
അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിങ് ആയിരിക്കും, സിവിയർ പെയിൻ ആയിരിക്കും, ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും. അങ്ങനെ മാർച്ചിൽ എനിക്ക് പീരീഡ്സോടുകൂടി ഹെവി ബ്ലീഡിങ് വന്നു. 7 ദിവസമായിട്ടും അത് സ്റ്റോപ്പ് ആകുന്നില്ല. അതൊരു ട്യൂസ്ഡേ ആണ്. അന്ന് രാവിലെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ഈശോയെ എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ട്യൂസ്ഡേ ആണ്. അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആദ്യം പറഞ്ഞത് ഈ വാക്യമാണ്. അപ്പോൾ ഞാൻ ആ ഇരുപ്പിൽ തന്നെ ആ സാക്ഷ്യം മുഴുവൻ കണ്ടു തീർത്തു. അവസാനം രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി. പിന്നീട് ഇന്ന് വരെ 2023 പിന്നീട് ഇന്ന് വരെ എനിക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. നോർമൽ പീരീഡ്സ് ആയിട്ട് വരുന്നു. പെയിനും ഇല്ല, വളരെ അന്ന് വന്ന പോലെയുള്ള പെയിനൊന്നും ഇല്ല. പണ്ടുണ്ടായിരുന്ന അതേ രീതിയിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 29 വർഷമായിട്ട് സൺബേൺ അലർജിയും ഹെഡ് ഏക്കും ഉണ്ടായിരുന്നു. ഹെഡ് ഏക്ക് ഈ സൺബേൺ അലർജി വരുമ്പോഴാണ്, വെയിൽ കൊള്ളുമ്പോഴാണ്. ഞാൻ കുട പിടിച്ചാലും എനിക്ക് പ്രശ്നമായിരുന്നു. മുഖത്തെല്ലാം റെഡ് പാച്ച് വരും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഓയിൻമെൻറ്റ്, സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ 2024 ജപമാല റാലിയിൽ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ വന്നപ്പോൾ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കുട പിടിച്ചോ അല്ലെ ഇനി പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട പിടിച്ചാൽ എനിക്ക് ജപമാല ചൊല്ലാൻ അത് ഡിസ്റ്റർബൻസ് ആവുമെന്നുള്ളത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് പിന്നീട് സൺബേൺ അലർജിയും വന്നിട്ടില്ല, വെയിലും കൊണ്ടുള്ള ഹെഡേക്കും വന്നിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. ഹസ്ബൻഡിന് ഫേസിലെല്ലാം സിസ്റ്റിക് ആക്നെ വരുമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ആക്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻറ്റിബയോട്ടിക് എടുത്താൽ മാത്രമേ അത് കുറയത്തുള്ളായിരുന്നു. പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച്, ബാൻഡേജ് ഒട്ടിച്ച് പോകേണ്ട അവസ്ഥ, ഫേസിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അത് ഇന്ന് വരെയും ഹസ്ബൻഡിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. ഇനി അടുത്തതായിട്ട് എൻ്റെ മോൾക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. മോളുടെ കാലിൽ ഒരു ആക്രോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കാലിലെ സ്കിന്നിൽ, വിരലിൻ്റെ അടിയിൽ അത് സ്കിന്നെല്ലാം പീലായി, സംടൈംസ് ബ്ലഡ് വരും, പസ്സു വരും, ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അപ്പം ഷൂസും സോക്സും ഒന്നും സ്കൂളിൽ പോകാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് കഴിഞ്ഞ വർഷം മുഴുവൻ മോള് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു, കുറവുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മോൾക്ക് ഈ വർഷമെങ്കിലും ആദ്യം തുടങ്ങി ഫുൾ യൂണിഫോമിൽ സ്കൂളിൽ പോകാൻ സാധിക്കണം, അമ്മ സഹായിക്കണം, അമ്മ മോളെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന കാലമാണ്. ഇപ്പോൾ ഒരു 98% മോൾക്ക് സൗഖ്യം ലഭിച്ചു. പൂർണ്ണമായി മാറുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ മോൾ ആത്മീയമായിട്ട് ഒത്തിരി മാറി. 2024 ജപമാല റാലിയിൽ ഞാൻ ഹസ്ബൻഡ് മാത്രമാണ് വരാനിരുന്നത്. പക്ഷെ മോള് പറഞ്ഞു എനിക്കും വരണമെന്ന്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ മനസ്സില്ലായിരുന്നു. കാരണം ആളധികം നടക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മോള് പറഞ്ഞു എന്നെ അമ്മ വിളിക്കുന്നു, ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മോള് നടന്നോളും. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമോ, അത് നിന്നു പോകുമെന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യാഞ്ഞത്. പക്ഷെ മോളെ കൊണ്ടുവന്നു. അതിന് പെട്ടെന്ന് മോള് 2 ദിവസം കൊണ്ട് ജപമാലയെല്ലാം പഠിച്ചു. അതിനുശേഷം മോള് തിരിച്ചു ചെന്നപ്പോൾ മുതൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ജീവിതവും നയിച്ചു വരുന്നു. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇത്രയാണ് ഞങ്ങൾക്ക് ലഭിച്ച ഭൗതിക അനുഗ്രഹങ്ങൾ. പക്ഷേ ആത്മീയമായി ഒത്തിരി ഞങ്ങളെ ഈ കൃപാസനത്തിൽ വന്നതിലൂടെ ഞങ്ങൾ ആഴപ്പെട്ടു. എൻ്റെ ഒരു സിസ്റ്റർ വഴിയാണ്, സിസ്റ്ററിൻ്റെ കൊളീഗിൻ്റെ ഒരു സാക്ഷ്യം അയച്ചു തന്നതിലൂടെ ഞങ്ങൾ ഇവിടെ വരാനിടയായത്.
ഞങ്ങൾ വളരെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഈ മോന് കൊടുത്ത ഒരു രോഗസൗഖ്യത്തിലൂടെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അമ്മ കൂടെയുണ്ട് ധൈര്യമായിരിക്കാനായിട്ട്. അന്ന് മുതൽ ഇന്ന് വരെയും ഏറ്റവും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഉടമ്പടി ജീവിതം നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റും, എനിക്ക് പ്രത്യേകിച്ചും ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും 2 ലൈഫാണ്. ഞങ്ങൾക്ക് ഉടമ്പടിക്ക് മുമ്പ് ഞങ്ങൾ എല്ലാ സൺഡേയും കുർബാനയ്ക്ക് പോകും. മക്കൾ സൺഡേ സ്കൂള്, ഫാമിലി പ്രെയർ, ബൈബിൾ റീഡിങ് എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈശോയുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. എൻ്റെ ബൈബിൾ റീഡിംഗ് ഒക്കെ സങ്കീർത്തനങ്ങളാണ് കൂടുതലും, കാരണം എളുപ്പം മനസ്സിലാവും, വായിക്കാം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ 3 പ്രാവശ്യം ബൈബിൾ മുഴുവനും വായിച്ചു. 4ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ വായിക്കുകയല്ല കേട്ടോ, ഞാൻ ആഴത്തിൽ ഈശോയെ സ്നേഹിച്ച് എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു കൃപ കിട്ടി. പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ നിയോഗങ്ങൾ ഞാൻ അധികം ഓർക്കാറില്ല. പിന്നെ എനിക്ക് സഹനങ്ങൾ ധാരാളം ഉണ്ട്. ഉടമ്പടിയിലാണെങ്കിലും സഹനങ്ങളുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം എത്ര ഹെവി ഹാർട്ടഡ് ആയിരുന്നാലും എനിക്ക് ഒരു ജപമാലയുടെ ദൂരം മാത്രമേ ഉള്ളൂ ആ വേദനയെല്ലാം പോയി ഞാനൊന്ന് ലൈറ്റ് ആവാൻ. ഞാൻ രാവിലെ ഒറ്റയ്ക്കിരുന്ന് ജപമാല ചൊല്ലും. ആ സമയങ്ങളിലെല്ലാം അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഞാൻ പോലും അറിയില്ല എൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ എവിടെ പോയെന്നുള്ളത്. അത്രത്തോളം അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ 3 പ്രാവശ്യം മഴവില്ല് കണ്ടിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും മെഴുകുതിരിയിൽ വരാറുണ്ട്. കൂടുതലും പച്ചത്തിരിയിലാണ് അമ്മയുടെ സാന്നിധ്യം കാണാറുള്ളത്. സുഗന്ധാഭിഷേകം പലതവണ ലഭിച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ ഞാനും മക്കളുമായിട്ടിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുരൂപം ഉണ്ടാകും. ഒരിക്കൽ കാശുരൂപത്തിൽ നിന്ന് ഞങ്ങൾക്ക് 3 പേർക്കും അമ്മയുടെ സുഗന്ധാഭിഷേകം ആ ജപമാല ചൊല്ലി തീരുവോളം ലഭിച്ചു. മഴവില്ലിൻ്റെ സാന്നിധ്യം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ജൂലൈയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ അമേരിക്കയിൽ പോയി ധ്യാനിപ്പിച്ചപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ആ 3 ദിവസവും മഴവില്ലിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, അമ്മ എനിക്ക് സുഗന്ധാഭിഷേകമായിട്ടും മെഴുകുതിരിയിലും എല്ലാം അമ്മ എനിക്ക് വരും, പക്ഷേ മഴവില്ല് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ഞാൻ മോളെ ട്യൂഷനാക്കി തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ ഒരു ഓട്ടോയിൽ കയറി ആൾക്ക് കൃപാസന പത്രം കൊടുത്തു. ഒരു കൊച്ചു പയ്യനാണ്. ആ പയ്യൻ പറഞ്ഞു, ഞാനൊരു പെന്തിക്കോസ് വിശ്വാസിയാണ്, എനിക്കിത് വിശ്വാസമില്ല മാതാവിലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീടെത്തുവോളം എൻ്റെ കിണറിൻ്റെ സാക്ഷ്യവും മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ലഭിച്ച അനുഗ്രഹങ്ങളും എല്ലാം പറഞ്ഞു. ആൾ വലിയ ഹാപ്പിയായി. തിരിച്ച് വന്നിറങ്ങി. ഞാൻ മഴവില്ല് അന്ന് തന്നെ ഞാൻ മഴവില്ല് കണ്ടു. പിന്നീട് ഈ 2025 കഴിഞ്ഞ മാസം ഞങ്ങൾ 4 പേരുടെ ജപമാല റാലിയിൽ വന്നു. മാരാരി ബീച്ച് എത്തിയപ്പം മോൻ പറഞ്ഞു കുറച്ച് സമയം ഒന്ന് ഇരിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ബീച്ചിനെ ഫേസ് ചെയ്തിരുന്നപ്പോൾ അവിടെയും ഞങ്ങൾ മഴവില്ലിൻ്റെ സാന്നിധ്യം ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഇതൊക്കെയാണ്. ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, നിരവധി അനവധി അനുഭവങ്ങൾ ഉണ്ട് മാതാവ് തന്നത്. ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ RCCയിൽ എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. മെഡിക്കൽ കോളേജിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു സാക്ഷ്യത്തിൽ, ഒരു ആർമി ഓഫീസറുടെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു RCCയിൽ സൺഡേയിൽ ക്യാൻറ്റീൻ ഇല്ലയെന്ന്. അങ്ങനെ ഞങ്ങൾ മാസത്തിലൊരിക്കൽ സൺഡേയിൽ 25 പൊതിയോളം ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ കൊടുക്കുന്നത് അറിഞ്ഞിട്ട് വേറെ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പേരോട് വന്ന് അറൗണ്ട് 50 ഞങ്ങൾ ഫുഡ് പാക്കറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ സൺഡേയും ആശാഭവൻ എന്ന് പറഞ്ഞിട്ടൊരു മാനസിക രോഗികളുടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. പള്ളിയിൽ പോകുന്നതിന് മുമ്പേ 5 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോൾ പുറത്തിറങ്ങിയാലും ആരെയും സഹായിക്കും. നീഡി ആയിട്ടുള്ളവരുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ഒത്തിരി പേര് റോഡിലൊക്കെ കാണും, അവർക്കെല്ലാം ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ ഓട്ടോ ഡ്രൈവേഴ്സിനാണ് ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. അവരവരുടെ സങ്കടമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവർക്ക് കൃപാസനത്തെക്കുറിച്ചും പറയും. പിന്നെ ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കും, അല്ലെ സ്നാക്കാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കും, മണി കൊടുക്കാറുണ്ട്. 2 ഫാമിലിയെ ഞങ്ങൾ പറ്റുന്ന വിധത്തിൽ എല്ലാ മാസവും സഹായിക്കാറുണ്ട്.
പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ മിക്ക മാസങ്ങളിലും ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് 4 ബാഗോളം പത്രം വാങ്ങാറുണ്ട്. എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. കൂടുതലും റോഡിലൂടെ ഞാൻ നടക്കും. എന്നിട്ട് കേൾക്കാൻ ക്ഷമയുള്ളവരോട് എൻ്റെ അനുഗ്രഹങ്ങളും ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എല്ലാം പറയും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഹോസ്പിറ്റലിലും പള്ളിയിലും എല്ലായിടത്തും ഞാൻ കൊടുക്കും. ചിലരൊക്കെ റിജക്റ്റ് ചെയ്യും. പക്ഷേ എനിക്കുണ്ടായ അനുഭവങ്ങൾ കൂടുതലും വളരെ സന്തോഷത്തോടെ മേടിക്കുന്നതാണ്. കാശുരൂപവും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തേനും എല്ലാം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. മാക്സിമം ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കാണാൻ ശ്രമിക്കും. ഞാനത് എല്ലാവർക്കും അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് അമ്മയുടെ കരം പിടിച്ച് ഈശോയെ സ്നേഹിച്ച് എനിക്ക് നിത്യതയോളം പ്രവേശിക്കണം എന്നാണ് ആഗ്രഹം. കുറവുകളുണ്ട്. അമ്മ എന്നിരുന്നാലും ഞങ്ങളെ, എൻ്റെ കുടുംബത്തെയും കരുതി ഇത്രത്തോളം എത്തിച്ചതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 78:15. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു, അവർക്ക് കുടിക്കുവാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി. ലിൻചു എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടും ചേർന്ന കുടുംബത്തിലെ ഓരോരുത്തർക്ക് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ, മരിയൻ ഉടമ്പടി സാക്ഷ്യങ്ങളെ അമ്മ മാതാവിൻ്റെ ഈ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരിക്കുക, ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ നമ്മളെ വിശുദ്ധീകരിക്കുകയും എളിമപ്പെടുത്തുകയുമാണ്. നമുക്ക് പലപ്പോഴും ദൈവാനുഭവം ഉണ്ടാവാതെ പോകുന്നതിന് കാരണം, ദൈവശക്തി നമ്മളിൽ പ്രവഹിക്കാത്തതിന് കാരണം, പാപം നിറഞ്ഞ മനുഷ്യൻ പാപത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളിലും വ്യാപരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മളെ ഇടപെട്ട് വിശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഈശോയുടെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈശോയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോലും മടിയുള്ളവരാണ്. ഈശോ നമ്മോട് പറയുന്ന തിരുത്തലുകൾ, അനുതാപത്തിൻ്റെ ജീവിതം, വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം, അതിലേക്ക് നീങ്ങി നിൽക്കുവാൻ നമ്മൾ മടിയുള്ളവരായി മാറുന്നു. നമ്മൾ മഴയത്ത് കുടപിടിക്കുന്നത് പോലെ തന്നെ മഴ കൊള്ളാതെ നടക്കാമെന്ന് പറയുന്നത് പോലെ ദൈവകൃപ നമ്മുടെ മേൽ നിരന്തരം ചൊരിയുവാൻ ഈശോ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പാപത്തിൻ്റെയും കൗശലങ്ങളുടെയും കാപട്യങ്ങളുടെയും കുടപിടിച്ചുകൊണ്ട് അത് ശരീരത്ത് വീഴാതെ അകറ്റുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്കാണ് വിളിക്കുന്നത്, എളിമപ്പെടുവാനാണ് വിളിക്കുന്നത്. അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് ദൈവശരണത്തോടു കൂടി ജീവിതത്തെ സമർപ്പിക്കുമോ, അത് വലിയ അടയാളങ്ങളിലൂടെ, വലിയ അനുഭവങ്ങളിലൂടെ ദൈവത്തിന് ഉറപ്പുള്ള ജീവിതമാണ് നമ്മുടേതെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സഹോദരി പ്രത്യേകമാവിധം സൂചിപ്പിച്ചൊരു മേഖലയാണ് കാരുണ്യ പ്രവർത്തകരുടേതും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെതും. സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കുവാൻ എപ്പോഴൊക്കെ നിരന്തരം ശ്രദ്ധിക്കുന്നുവോ അത് ഓരോന്നും അനുഗ്രഹമായിട്ട് തിരികെ വീട്ടിൽ വരികയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ ഏതാനും പ്രാർത്ഥന ചൊല്ലിയുള്ള ജീവിതമല്ലത്, മറിച്ച് ലോകത്തിന് മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഔദാര്യത്തോടെ നന്മ ചെയ്യുവാനും സ്നേഹത്തോടു കൂടി ഈശോയെക്കുറിച്ച് പറയുവാനുമുള്ള ജീവിതമാണത്. നമ്മൾ അങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരും. നാം ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അമ്മ മാതാവ് എല്ലാ ഇല്ലായ്മകളും ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളമാണ് കാനായിലെ കുറവിനെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ സമൃദ്ധി കൊടുക്കുവാൻ അമ്മ ഇടപെടുന്നത്. നമ്മുടെ കുടുംബത്തിലെ കുറവെന്താണോ ആ കുറവുകളെ അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് സമാധാനം, സമൃദ്ധി, സുരക്ഷിതത്വം, ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് മാറ്റുന്നതിന് അമ്മ സഹായിച്ചു കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടതൊന്നു മാത്രം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറഞ്ഞതുപോലെ ദൈവ തിരുമനസ്സിന് ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നവരായി നാം ഓരോരുത്തരും വളരുക എന്നത് മാത്രമാണ്. ദൈവ തിരുമനസ്സിന് ജീവിതത്തെ കീഴ്പ്പെടുത്തി വളരുക. നമ്മുടെ അഹങ്കാരത്തിൻ്റെതല്ല, നമ്മുടെ ആസക്തിയുടേതല്ല, നമ്മുടെ പണത്തിൻ്റെതല്ല, നമ്മുടെ ബിരുദത്തിൻ്റെയോ കഴിവിൻ്റെയോ അല്ല, മറിച്ച് ദൈവകൃപയാൽ ജീവിത വിഷയങ്ങൾക്ക് മേൽ, നമുക്ക് പരിഹാരമില്ലാത്ത എല്ലാത്തിൻ്റെയും മേൽ ദൈവം അനുഗ്രഹിക്കുമെന്ന്
ഉറപ്പിച്ച് പറയുവാനാവുക. അങ്ങനെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് അമ്മ മാതാവ് നമ്മളെ കൈപിടിച്ച് നടത്തും. നാം ദൈവത്തിൻ്റെ അരികിലേക്ക് എളിമപ്പെട്ട് വരുമ്പോൾ നമ്മളെ വലിയവരാക്കുവാൻ അമ്മ മാതാവ് ഈശോയുടെ അരികിൽ നിരന്തരം കരം കൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് കിട്ടിയ ആത്മീയ നവോന്മേഷത്തിന് കൃത്യമായി പറയുന്നുണ്ട്, ഒരു പഴയ ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ളൊരു പുതിയ ജീവിതവും. ആത്മീയ നവോന്മേഷത്തിന്, രോഗസൗഖ്യങ്ങൾക്ക്, ജീവിത ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും പ്രത്യേകമാവിധം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.